ഒരു നടിക്കെതിരായിട്ടുണ്ടായ ലൈംഗിക അതിക്രമം, അതിന്റെ വിധി ഇന്നലെ ആയിരുന്നല്ലോ. അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി, അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ച പ്രതി ചലച്ചിത്ര നടൻ ദിലീപായിരുന്നല്ലോ. ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ, അത് ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പിനുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ CPM തീരുമാനിച്ചിരുന്നതാണ്. അതിന് പറ്റിയ തരത്തിലുള്ള കാപ്സ്യൂളുകൾ തയ്യാറായിരുന്നു. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ആ ഒരു ആഗ്രഹം അവിടെ പൊരിഞ്ഞുപോയി. അത് മാത്രമല്ല, തിരിച്ചടിക്കുകയും ചെയ്തു, ബൂമറാങ്ങായി. ഇപ്പോ ഈ കേസിലെ അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ നടിക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളില് അങ്ങേയറ്റം അസംതൃപ്തി ഉണ്ടായിരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങള് മറിച്ചൊരു വിധിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ടാണ് കേരളത്തിലെ ഒരു നല്ല ശതമാനം ആളുകൾ കാണുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ. അതിന്റെ കാരണക്കാരായിട്ട് സർക്കാരിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ കാണുന്നു. പ്രോസിക്യൂഷൻ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുന്നു. അതാണ് പറഞ്ഞത്. ഈ കേസിലെ വിധി CPMന്റെ ആഗ്രഹങ്ങൾക്ക് എതിരായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാതെ ഈ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് CPM നേതാവിനെതിരായിട്ടുള്ള ഒരു സമാന കേസ് ഉയർന്നു വന്നിരിക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും.